അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബ്ബീങ്ങളെ, ഇന്ന് ഞാൻ പറയണത് സൂറത്തുൽ ഫത്ഹിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സൂറത്തുൽ ഫത്ഹിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ദുനിയവിയും ഉഖറവിയുമായ നേട്ടങ്ങളും സൂറത്തിൽ ഓതുന്നതിലൂടെ സത്യവിശ്വാസികൾക്ക് ലഭിക്കുകയാണ്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ സൂറത്ത് ഓതാവുന്നതാണ്. അങ്ങനെ ഓതി ഫലം കണ്ട ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ കാണാൻ കഴിയും. പക്ഷേ ആ ലക്ഷ്യ നവീകരണത്തിന് മഹത്തുക്കൾ ഒരുപാട് പ്രത്യേകമായ പല രൂപങ്ങളും പറഞ്ഞു വച്ചതായി കാണാം. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനോടുകൂടെ തന്നെ സൂറത്തുൽ ഫത്ഹിനെ കുറിച്ച് മഹത്വങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ രാത്രിയിൽ എനിക്കൊരു സൂറത്ത് അവതരിപ്പിച്ചു. ഈ ലോകത്തിനേക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടതാണ് സൂറത്ത് അഥവാ സൂറത്തുൽ ഫത്ഹ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്ത് പറയുകയാണ്, ഇന്നാ ഫതഹനാ ലക ഫതഹൽ മുബീൻ എന്ന് തുടങ്ങുന്ന സൂറത്താണിത്. അഥവാ സൂറത്തുൽ ഫത്ഹിന്റെ ഫസ്റ്റ് ആയത്താണ് ഞാൻ ഓതിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂറത്താണ് ഇത്. ഇമാം ബുഖാരി സ്വഹീഹാക്കിയ ഹദീസാണ് ഇത്. മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും സൂറത്ത് ഫത്ഹ് ഓതിയാൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മക്ക ഫത്ഹിൽ പങ്കെടുത്തവനെ പോലെയായി എന്ന്. ഇത്രയും അധികം മഹത്വമാണ് ഇതിലുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ റമദാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിന് സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ ആ വർഷം മുഴുവൻ അള്ളാഹു അയാൾക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. അള്ളാഹുവിൽ നിന്നും സഹായം അയാൾക്ക് ലഭിക്കുമെന്നതാണ്, അഥവാ ലഭിച്ചുകൊണ്ടിരിക്കും. റൂഹുൽ ബയാനിൽ ഇത് കാണാവുന്നതുമാണ്. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നതായി കാണാം, ഏതെങ്കിലും വിഷമങ്ങൾ പിടിപെട്ടാൽ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തനിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ നേരിട്ടാൽ ജുമയുടെ സുന്നത്തുകൾ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം വെള്ളിയാഴ്ച ദിവസം ജുമ നിസ്കാരത്തിനു ശേഷം 7 തവണ ഞാൻ സൂറത്തുൽ ഫത്ഹ് ഓതുമായിരുന്നു. ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ അബ്ജദിൻ്റെ എണ്ണം അനുസരിച്ച് 489 പ്രാവശ്യം ചൊല്ലും. ഇത് അടുത്ത ജുമ വരെയും എല്ലാ ദിവസവും ളുഹർ നിസ്കാരത്തിനു ശേഷം ചൊല്ലിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഓതുന്നതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കാറില്ല. ഇങ്ങനെ 7 നാൾ കഴിയുമ്പോഴേക്കും ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായി കഴിഞ്ഞിരുന്നു. അള്ളാഹു ജനങ്ങൾക്കിടയിൽ സ്വാധീന ശക്തി എനിക്ക് നൽകുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഹവാസുൽ ഖുർആനിൽ എന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്തുൽ ഫത്ഹ് നമ്മുടെ ജീവിതത്തിൽ പതിവായി ഓതാൻ നാം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിലോ സൂറത്തുൽ ഫത്ഹ് ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ നാം എപ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൂറത്തുൽ ഫത്ഹ് അഥവാ സൂറത്തുൽ ഫത്ഹ് ഒരാൾ പതിവായി ഓതുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനി. കാരണം ഒരു മുഅ്മിനീനെ സംബന്ധിച്ച് അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണണം എന്നത്. അത് സൂറത്തുൽ ഫത്ഹിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയൊരു അനുഗ്രഹം നൽകുകയാണ്. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഫത്ഹ് നിത്യേന നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുത്തുനബി തങ്ങളെ കാണാനായിട്ട് പറ്റും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം സൂറത്തുൽ ഫത്ഹ് കൊണ്ട്
മാറിക്കിട്ടും എന്നതാണ് റാസി റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ ഫത്ഹ് ഓതാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ.